നിങ്ങളുടെ ബന്ധം തകരുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ആശങ്ക ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ കാർഡ് റീഡിംഗിൽ നാം നോക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിന്റെ ഭാവിയെക്കുറിച്ച് തന്നെയാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 3 കാർഡുകളാണ്. ഓരോ കാർഡുകളിലേക്കുമായി നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് തന്നെ നമുക്ക് എടുക്കാം. അതിനു മുമ്പായി നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇതൊരു ടാറോ കാർഡ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ബാധകമാകണമെന്നില്ല. ബാധകമാകുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇതൊരു കാലാതീത വീഡിയോ ആണ്. നിങ്ങൾ ഇത് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ഇത് ബാധകമായിരിക്കും. നമുക്ക് ഒന്നാമത്തെ കാർഡിലേക്ക് പോകാം. മജീഷ്യൻ എന്ന കാർഡ് ആണ് ഒന്നാമത്തെ കാർഡ്. പ്രതീകങ്ങൾ: മേൽഭാഗത്തേക്ക് ചൂണ്ടുന്ന വണ്ട്, താഴേക്ക് ചൂണ്ടുന്ന കൈ, മേൽ പോലെ തന്നെ താഴെയും എന്ന ആശയം ആത്മീയ ലോകവും ഭൂമിയിലുള്ള യാഥാർത്ഥ്യവും തമ്മിലുള്ള ബന്ധം പ്രതിനിധീകരിക്കുന്നു. അതായത് നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ നിങ്ങളുടെ ബന്ധത്തിൽ തകർച്ച ഉണ്ടാകില്ല. തകരും എന്നും തകർന്നുപോയി എന്നും നിങ്ങൾക്ക് കരുതുമ്പോഴും തകരാതെ നിൽക്കുന്ന ഒരു സ്ഥായിയായ നിലനിൽപ്പ് തീർച്ചയായും ഉണ്ടാകും. ചില ശത്രുക്കൾ ബോധപൂർവം നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നു. ചില തെറ്റിദ്ധാരണകൾ നടത്താൻ അവർക്ക് സാധിക്കും. പക്ഷേ പൂർണ്ണമായി അവർ വിജയിക്കില്ല. അവർ പരാജയപ്പെടുകയും നിങ്ങൾ ഒരുമിച്ച് തന്നെ നിൽക്കുകയും ചെയ്യും. അതിൽ സംശയം വേണ്ട. ഉറപ്പായും തകരും എന്ന് കരുതുമ്പോഴും അത് നിലനിൽക്കുന്നതായി നിങ്ങൾക്ക് കാണാം. കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ പരാജയപ്പെട്ടു പോകുന്നത് നിങ്ങൾക്ക് ഇനി കാണാൻ കഴിയും. മേശയിലുള്ള ഉപകരണങ്ങൾ: കപ്പ്, ജലധവം, പെൻഡാഗിൾ, ഭൂമി, തൂക്കാളി, വായു, വണ്ട്, അഗ്നി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഇത് അതിസാധാരണമുള്ള കഴിവുകളെയും സാധ്യതകളെയും സൂചിപ്പിക്കുന്നു. ഇതെല്ലാം അസാധാരണമായ നിങ്ങളുടെ വരാനിരിക്കുന്ന കഴിവുകളെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ പരാജയപ്പെടുകയില്ല, വിജയിക്കുക തന്നെ ചെയ്യും. തലയിൽ അനന്തതയുടെ അടയാളം, അനന്തമായ സാധ്യതകളും ജ്ഞാനവും തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാത്തിനെയും കുറിച്ച് കൃത്യമായി അറിവ് നേടി അനന്തസാധ്യതകളിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുക. ചുവപ്പ് വസ്ത്രവും വെളുത്ത അടിവസ്ത്രവും ഉത്സാഹവും. ചുവപ്പ് ശുദ്ധിയും വെളുപ്പ് ഇവ തമ്മിലുള്ള ഒരുമിച്ചുള്ള പ്രവർത്തനവുമാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഉത്സാഹവും മനസ്സിന് സംതൃപ്തിയും ശുദ്ധിയും നൽകുന്നു. നിങ്ങളുടെ ഭാവി ജീവിതം അതുകൊണ്ടുതന്നെ ആശങ്കപ്പെടാൻ ഒന്നുമില്ല. നിങ്ങൾ മുറുകെ പിടിക്കുന്നത് സത്യമാണ്. അത് ലോകം അറിയും. നിങ്ങൾ വിജയിക്കും. സാക്ഷാത്കാരം: ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ എല്ലാ സാധ്യതകളും കഴിവുകളും നിങ്ങൾക്കുണ്ട്. അതായത് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആരൊക്കെ തടസ്സത്തിന് വന്നാലും നിങ്ങൾ തന്നെ വിജയിക്കും. നടപടിയുടെ തുടക്കം: ശ്രദ്ധയോടെ പ്രവർത്തിക്കാൻ ഇപ്പോഴാണ് സമയം. പക്ഷേ ഈ പറഞ്ഞതുപോലെ സൂക്ഷിച്ച് ശ്രദ്ധയോടെ മുന്നോട്ടു പോവുക. അതാണ് വേണ്ടത്. ആരെയും അതിര് കവിഞ്ഞ് വിശ്വസിക്കേണ്ട. അപ്രകാരം വിശ്വസിച്ചാൽ അവർ വഞ്ചിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. സൃഷ്ടിപരമായ കഴിവുകൾ: സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളുടെ സൃഷ്ടിപരമായ കഴിവുകൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി നൽകിയിരിക്കുന്ന കഴിവുകളിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക. അത് വിജയിക്കും. നിങ്ങൾ അകറ്റാൻ ആർക്കും കഴിയില്ല. കാരണം നിങ്ങൾ സത്യത്തെയാണ് മുറുകെ പിടിക്കുന്നത്. അതിനു പരാജയമില്ല. ശക്തിയും ആത്മവിശ്വാസവും: വ്യക്തിപരമായ ശക്തിയും ആത്മവിശ്വാസവും പ്രയോജനപ്പെടുത്തുക. ആത്മവിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങളുടെ ബലം എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം തന്നെയാണ്. പക്ഷേ പൂർണ്ണമായും സൂക്ഷിക്കണം. തെറ്റായ രീതിയിൽ നിങ്ങളെ ഇല്ലാതാക്കാനും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിലടിപ്പിക്കാനും ചിലർ ശ്രമിക്കും. അതുകൊണ്ട് കരുതിയിരിക്കുക. അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ കാർഡിലേക്ക് പോകാം. ദ ഹൈ പ്രസ്റ്റീസ് എന്നാണ് ആ കാർഡ്. നമുക്ക് ഈ കാർഡ് നൽകുന്ന സൂചനകളിലേക്ക് പോകാം. ഇരുവശമുള്ള തൂണുകൾ ഇരട്ടത്വവും കഠിനമായ സംരക്ഷണത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്നു. കഠിനമായ പരീക്ഷണങ്ങളിൽ നിങ്ങൾ വിധേയമായി എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അവ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. വിജയം മറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു മഹാസത്യമാണ്. ടോറ എന്ന് രേഖപ്പെടുത്തിയ പർവ്വതം മറഞ്ഞിരിക്കുന്ന ജ്ഞാനവും ദിവ്യനിയമങ്ങളും സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെ കാണാത്ത നിങ്ങളുടെ വിജയത്തെ ഈ കാർഡ് നിങ്ങളിൽ സൂചന നൽകുകയാണ്. ചന്ദ്രകല എന്ന കാര്യം നിങ്ങൾക്ക് നൽകുന്ന സൂചനകൾ പ്രേരണ, സ്വപ്നങ്ങൾ, അവബോധമനസ്സ് എന്നിവയാണ്. ബുദ്ധി ഉണർന്നിരിക്കുക. അതാണ് വേണ്ടത്. അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. തിരശീല നൽകുന്ന സൂചന എന്നത് ചില ആത്മീയ സത്യങ്ങളെക്കുറിച്ചാണ്. സമൃദ്ധി, പുനരുജ്ജീവനം, ദിവ്യ സ്ത്രീത്വത്തോട് ബന്ധം ഇവയെല്ലാം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. സൽപ്രേരണകൾ നിങ്ങൾക്കുണ്ടാകുന്നു. ആ പ്രേരണകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക. വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. അപ്പോൾ വിജയം നിങ്ങളോടൊപ്പം ഉണ്ടാവും. പലരും തെറ്റിദ്ധരിപ്പിക്കാൻ വന്നേക്കാം. ശ്രദ്ധിക്കാതിരിക്കുക. തെറ്റിദ്ധരിപ്പിക്കുന്നവർ നിങ്ങളുടെ ബന്ധത്തെ തെറ്റിക്കാനാണ് നോക്കുന്നത്. പരസ്പര വിശ്വാസത്തിലൂടെ നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളെ തകർക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ അവർക്ക് സാധിക്കില്ല. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവില്ല. ആ കാര്യത്തിലാണ് നിങ്ങളെ അവർ ചതിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അന്വേഷിച്ചതിനു ശേഷം തീരുമാനങ്ങൾ എടുക്കുക. ആ വ്യക്തിയെ വിശ്വസിക്കുകയുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഇരിക്കുകയാണ്. നടപടികൾ എടുക്കാൻ ശരിയായ സമയത്തിനായി കാത്തിരിക്കുക. ആത്മീയ ബന്ധം: ഉയർന്ന ജ്ഞാനവുമായി ബന്ധപ്പെടുക മാത്രമല്ല, ഉയർന്ന ആത്മീയ ചൈതന്യത്തിലേക്കും നിങ്ങൾ എത്തപ്പെടേണ്ടതുണ്ട്. ഏതായാലും ആരൊക്കെ ശ്രമിച്ചാലും നിങ്ങളെ അകറ്റാൻ ആർക്കും കഴിയില്ല. ദൃഢമായി തന്നെ ബന്ധം തുടരുമെന്നാണ് ഈ കാർഡ് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് മൂന്നാമത്തെ സ്റ്റാർ എന്ന് പറയുന്ന കാർഡ് നോക്കാം. ജലവിതരണം ചെയ്യുന്ന വ്യക്തിയെ നമുക്ക് ഈ കാർഡിൽ കാണാം. തനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കാതെ പോയി ചതിയിൽപ്പെടാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയുടെ കാണുന്നുണ്ട്. അതൊരുപക്ഷെ നിങ്ങൾ ആകാം. അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. പരസ്പരം അറിഞ്ഞു മുന്നോട്ടു പോകുക. അല്ലെങ്കിൽ അകറ്റാൻ ചില ആളുകൾ അടുത്തുകൂടും. നിങ്ങളുടെ അടുത്ത മാർഗദർശനവും പ്രതീക്ഷയും നിങ്ങൾക്ക് നൽകപ്പെടും. കാര്യത്തിൽ സംശയം വേണ്ട. അത് തന്നെയാണ് നക്ഷത്രം അഥവാ സ്റ്റാർ സൂചിപ്പിക്കുന്നത്. ഒരു പ്രത്യേക ഘട്ടത്തിൽ നിങ്ങളെ സഹായിക്കാൻ ആത്മീയമായ ശക്തി തന്നെ എത്തും.
നിങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിൽക്കേണ്ടത് ആ ശക്തിയുടെ തീരുമാനമാണ്. കാർഡിൽ കാണുന്ന വലിയ നക്ഷത്രങ്ങൾ നിങ്ങളെ നയിക്കുന്ന ആത്മീയ ശക്തിയാണ്, ചെറിയ നക്ഷത്രങ്ങൾ അതിന് ശക്തി പകരുകയുമാണ്. നഗ്നരൂപം പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ഏറ്റവും പരിശുദ്ധമായ തന്നെയാണ്, അവിടെ മറയോ ചതിവോ ഒന്നുമില്ല എന്നും ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. പച്ചപ്പുള്ള പ്രകൃതി വളർച്ചയും പുനരുജ്ജീവനവും സമൃദ്ധിയും വരാനിരിക്കുന്ന നന്മയും സൂചിപ്പിക്കുകയാണ്. ഏതായാലും ആർക്കും തകർക്കാൻ കഴിയില്ല ഈ ബന്ധത്തെ എന്നത് സത്യമാണ്. പരസ്പരം പ്രതീക്ഷയും പ്രചോദനവുമായി നിങ്ങൾക്ക് മുന്നോട്ടു പോകാം. പ്രതീക്ഷയും പ്രചോദനവും നിങ്ങൾക്ക് ആത്മവിശ്വാസം പകരും. മുറിവിൽ നിന്നും മുക്തി നിങ്ങൾ നേടും. പ്രശ്നങ്ങളെ അതിജീവിച്ച് സന്തോഷത്തിലേക്ക് തിരിച്ചെത്തും. സാന്ത്വനകാലം, മാർഗദർശനം എന്നിവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും. സൃഷ്ടിപരമായതും ആത്മീയവുമായ അവബോധം, കലാപരമായ പ്രചോദനവും ആത്മീയ ഉണർവും എല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും. നിങ്ങൾ വിജയിക്കും, നിങ്ങൾ ഒന്നാകും. പരസ്പരം സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും നിങ്ങൾ മുന്നോട്ടു പോവുക. ഈ ബന്ധം ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.